അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധമായ റമളാനിനെ വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ഖുർആനിന്റെ മാസം എന്നാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഖുർആനുമായിട്ട് വലിയൊരു ബന്ധം നമുക്ക് ഈ റമളാൻ മാസത്തിൽ ഉണ്ടാകണം. ഖുർആൻ ഒരുപാട് ഖത്തും ഓതണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ ഖത്തും ഓതണമെന്ന്. പലപ്പോഴും കഴിഞ്ഞ റമളാനിൽ തുടങ്ങി വെച്ച ഖത്തുമുകൾ തീരാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. കഴിഞ്ഞ റമളാനിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി ഫാത്തിഹ അങ്ങോട്ട് തുടങ്ങിയിട്ട് അൽബക്കറ അങ്ങോട്ട് തുടങ്ങി 2-3 പേജായപ്പോൾ ഇനി നാളെ ഓതാമെന്നും പറഞ്ഞ് മടക്കി വെച്ച സാധനം ഇപ്പോഴും മടങ്ങി തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ. അത്തരത്തിലുള്ള ആളുകളുണ്ടാവും. അള്ളാഹു ഖുർആനുമായി വലിയ ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ എപ്പോഴും നമ്മൾ ഓതണം. ഖുർആൻ ഇങ്ങനെ സ്ഥിരമായി പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഒരുപാട് ഓതുന്ന ആളുകൾക്ക് ഷഫീഅൻ ലി അസ്ഹാബിഹി, നാളെ ആ ഖുർആൻ ആ ഓതുന്ന വ്യക്തിക്കുള്ള ശുപാർശകരായി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരത്തിൽ ഖുർആൻ നമുക്ക് നാളെ സാക്ഷിയായി നിൽക്കുന്ന നല്ല മുത്തഖീങ്ങൾ നമ്മെ ചേർത്ത് പെരുമാറട്ടെ. ഞാനൊരു 4 പ്ലാൻ പറഞ്ഞുതരാം. 4 പ്ലാനുകൾ. എന്താണ് ഈ പ്ലാൻ്റെ പ്രത്യേകത? ഈ 4 പ്ലാൻ ഉപയോഗിച്ചാണ്, ആ രൂപത്തിലാണ് നിങ്ങൾ ഖുർആൻ ഓതുന്നതെങ്കിൽ കുറഞ്ഞ പക്ഷം ഖുർആൻ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഖത്തും ഓതാൻ പറ്റും. ഒരു തവണയെങ്കിലും ഖുർആൻ പൂർണ്ണമായിട്ട് ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് ഖത്തും ഓതാൻ കഴിയും. അല്ലാഹു ഒരുപാട് തവണ ഓതാൻ തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ പ്ലാൻ, ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് ഖുർആൻ ഖത്തുമ് തീർക്കേണ്ടത്, അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഒരു ദിവസത്തിൽ എത്ര പേജുകൾ എങ്ങനെയൊക്കെയാണ് തർത്തീബ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, നമ്മൾ 5 വഖത്ത് നിസ്കാരങ്ങൾ, ഇത് പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 30 ദിവസം കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ അവർക്ക് ഇടയ്ക്ക് ഒരു മുടക്കം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ ദിവസത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. അടുത്ത ദിവസങ്ങളിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി ഇൻഷാ അല്ലാഹ്. അത് ഈ പറയുന്ന കണക്ക് പ്രകാരം ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഈ 5 വഖത്ത് നിസ്കാരങ്ങളിൽ ഓരോ നിസ്കാരത്തിന് ശേഷവും 4 പേജ് വീതം ഓതുക. 4 പേജ് വീതം ഓതിയാൽ, അതായത് ഫജറിന് ശേഷം, സുബഹയ്ക്ക് ശേഷം 4 പേജ്, ദുഹറിന് ശേഷം 4 പേജ്, അസറിന് ശേഷം 4 പേജ്, മഗ്രിബിന് ശേഷം 4 പേജ്, ഇശാഇന് ശേഷം 4 പേജ്, ഇങ്ങനെ ഓരോ നിസ്കാര ശേഷവും 4 പേജ് വീതം ഓതിയാൽ 4 20 പേജുകളാവും. 20 പേജായി കഴിഞ്ഞാൽ ഒരു ജുസ് പൂർത്തിയാവും. 20, നമുക്കറിയാം ഖുർആനിലെ ഒരു ജുസ് എന്ന് പറയുന്നത് 20 പേജുകളാണ്. അപ്പോൾ 20 പേജ് ആകുമ്പോൾ ഒരു ജുസ് പൂർത്തിയായി. ഒരു ദിവസം കൊണ്ട് ഒരു ജുസ് ആയി കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 30 ജുസുകൾ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒരു നിസ്കാര ശേഷം 4 പേജ് ഓതുക എന്നുള്ളത് തർത്തീബാക്കാം. ഇൻഷാ അല്ലാഹ് 4 പേജ് ഓതുക എന്നുള്ളത് വളരെ എളുപ്പമാണ് അല്ലേ. കുറഞ്ഞ സമയം ഒന്നും ഇരിക്കുക, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മെനക്കെടും. ഇപ്പോൾ നല്ലതുപോലെ ഓതാൻ അറിയുന്നവരാണ് എങ്കിൽ 5 മിനിറ്റ് കൊണ്ടൊക്കെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, 5 പേജ് ഓതാൻ പറ്റും ഇല്ലേ. നല്ലതുപോലെ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ് ഈ തപ്പിയും പിടിച്ചൊക്കെ ഓതാൻ പറ്റുള്ളൂ. 10 മിനിറ്റ് എടുത്തു എന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് നഷ്ടമില്ലല്ലോ, വിശുദ്ധ റമദാനല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു എല്ലാ നിസ്കാര ശേഷം ഓരോ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 50 മിനിറ്റ് ഖുർആൻ ഓതാൻ മാത്രം നമ്മുടെ ദിവസത്തിൽ മാറ്റി വെച്ചാൽ ബാക്കിയും 23ഉം 10 മിനിറ്റും ബാക്കിയാണ്. 23 മണിക്കൂറും 10 മിനിറ്റ് നമുക്ക് പിന്നെയും ബാക്കിയാണ് അല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഖുർആന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു 4 പേജ് വെച്ച് എല്ലാ വഖത്ത് നിസ്കാര ശേഷം ഓതാ. 30 ദിവസം കൊണ്ട് 30 ജുസ് പൂർത്തിയായി കിട്ടും. ഇതാണ് എന്താ ഒന്നാമത്തെ പ്ലാൻ, 30 ദിവസം കൊണ്ടുള്ള പ്ലാൻ, ഒരു മാസത്തിൻ്റെ പ്ലാൻ. ഇനി 15 ദിവസത്തിൻ്റെ പ്ലാൻ, അരമാസം കൊണ്ട് തീർക്കാം. അരമാസം കൊണ്ട് തീർക്കാൻ എന്ത് ചെയ്യാം, ദിവസവും 2 ജുസ് വീതം ഓതുക. 2 ജുസ് വീതം ഓതുക ഈ പറഞ്ഞ രൂപത്തിൽ. അതെങ്ങനെ ഓതുക, എല്ലാ നിസ്കാര ശേഷം 4 പേജ് വെച്ച് ഓതുക. എല്ലാ നിസ്കാര ശേഷം 4, ഓരോ വഖത്തിന് ശേഷവും 8 പേജ് വീതം ഓതുക എന്നുള്ളത് പ്രയാസമായിരിക്കും. ഓരോ വഖത്തിന് ശേഷം 8 പേജ് വീതം എന്നുള്ളത് ജോലി തിരക്കുള്ള ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജോലി തിരക്കൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് എളുപ്പം ഉണ്ടാവും. ഓരോ എന്ത് ചെയ്യുക, വഖത്തിന് ശേഷവും 8 പേജ് വീതം ഓതുക എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ 2 ജുസ് ഓതി തീർക്കാൻ പറ്റും. 2 ജുസ് ഓതിയാൽ 15 ദിവസം കൊണ്ട് ഒരു ഖത്തുമ് പൂർത്തിയാകും. അടുത്ത 15 ദിവസം കൊണ്ട് അടുത്തൊരു ഖത്തുമ് പൂർത്തിയാകും. അപ്പോൾ എന്ത് ചെയ്യുക, 30 ദിവസം കൊണ്ട് റമദാൻ മാസം കഴിയുമ്പോഴേക്കും 2 ഖത്തുമുകൾ ഓതി പൂർത്തിയാക്കുക. ഞാനീ പറയുന്നത് ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ പോകേണ്ട സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളോടാണ് അല്ലേ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇമാം ഷാഫിഈ തങ്ങൾ പോയ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഷാഫിഈ ഇമാം അവിടുന്ന് 2 ഖത്തുമ് വീതം ഓതുമായിരുന്നു. 2 ഖത്തുമ്, എല്ലാ റമദാനിലും അല്ല, റമദാനിലെ ഓരോ ദിവസങ്ങളിലും, റമദാനിലെ ഓരോ ദിവസങ്ങളിലും 2 ഖത്തുമ് വീതം ഓതുമായിരുന്നു. അത്രയൊന്നും നമ്മൾ ഓതാൻ പറയണില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു 8 പേജ് വീതം എല്ലാ നിസ്കാര ശേഷവും ഓതിക്കഴിഞ്ഞാൽ 2 ഖത്തുമ് നമുക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാൻ പറ്റും, റമദാനിൽ ഓതി തീർക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി മൂന്നാമത്തെ ഒരു പ്ലാൻ പറഞ്ഞുതരാം. അത് 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഖത്തുമ് തീരുന്ന രൂപം. അതെങ്ങനെയാണ്, 10 ദിവസം കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ 15 ദിവസം കൊണ്ട് തീർന്നത് 2 ജുസ് ഓതിയിട്ടാണെങ്കിൽ 10 ദിവസം കൊണ്ട് തീരാൻ 30 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യുക, 3 ജുസ് വെച്ച് ഓതാ അല്ലേ. 3 ജുസ് വെച്ച് ഓതിക്കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഒരു ഖത്തുമാവും. അതുപോലെ തന്നെ
അടുത്ത 10 കൊണ്ട് രണ്ടാമത്തെ ഖത്തുമ്, മൂന്നാമത്തെ 10 കൊണ്ട് മൂന്നാമത്തെ ഖത്തുമ് ഓതും. റഹ്മത്തിൻ്റെ 10 ഒരു ഖത്തുമ്, അതുപോലെ തന്നെ മഗ്ഫിറത്തിൻ്റെ 10 ഒരു ഖത്തുമ്, അതുപോലെ ഇത്കും മിനന്നാറിൻ്റെ 10 മൂന്നാമത്തെ ഖത്തുമ് ഓതി തീർക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ട എന്താ, ഒരു 4 പേജും കൂടെ നിസ്കാര ശേഷം എന്ത് ചെയ്യുക, എക്സ്ട്രാ ഓതുക 4 പേജും കൂടെ. മനസ്സിലായോ? അപ്പം 8 പേജ് ഓതിയെടുത്ത് 12 പേജ് ഓതുക. എല്ലാ നിസ്കാര ശേഷവും 12 പേജ് വീതം, അതായത് അര ജുസ്ഉം 2 പേജും കൂടുതൽ. അര ജുസ്ഉ എന്ന് പറഞ്ഞാൽ 10 പേജാണ്. ആ കൂട്ടത്തിൽ ഒരു 2 പേജ് എക്സ്ട്രാ ഓതിക്കഴിഞ്ഞാൽ, എല്ലാ നിസ്കാര ശേഷം ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ദിവസം നമുക്ക് 3 ജുസ്ഉ ഓതാൻ പറ്റും. 3 ജുസ്ഉ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ആ 3 ജുസ്ഉ കൊണ്ട് ഒരു 10 ദിവസമാകുമ്പോഴേക്കും ഒരു ഖത്മ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി 4ാമത്തെ ഒരു രൂപം പറയുന്നത്, 4 പ്ലാനുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 4ാമത്തെ ഒരു പ്ലാൻ പറയുന്നത് 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഖത്മ് തീർക്കുന്ന രൂപം. സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ സ്വഹാബത്ത് അധികവും ചെയ്തിരുന്നൊരു ശൈലി അങ്ങനെയാണ്. 7 ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർക്കാം. 7 ദിവസം കൊണ്ടെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് ഖത്മ് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞത് ഒരു മാസത്തിൽ ഏകദേശം 4 ആഴ്ചകൾ കിട്ടാറുണ്ട്. അപ്പോൾ 4 ഖത്മുകൾ ഒരു റമദാനിൽ നമുക്ക് തീർക്കാൻ കഴിയും. നമുക്ക് ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകൾ അങ്ങനെ ശ്രമിക്കാം. ഇതൊക്കെ ജോലി തിരക്കിനിടയിലും മറ്റു പ്രയാസങ്ങളിൽ നിൽക്കുന്നവരുടെ കാര്യം പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റമദാനിനെ നമുക്ക് ഈ റമദാനിനെ അനുകൂലമാക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റിയ രൂപങ്ങളാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്വഹാബത്ത് ചെയ്തിരുന്ന രീതി, ദിവസം സൂറത്ത് കണക്കിന് എന്ത് ചെയ്യുക, സൂറത്ത് അനുസരിച്ച് ഓതുക. 1-ാമത്തെ ദിവസം 3 സൂറത്തുകൾ ഓതുക. 1-ാമത്തെ ദിവസം 3 സൂറത്ത് ഏതൊക്കെയാണ്? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇമ്രാൻ. ഖത്മ് തുടങ്ങുന്ന ഫാത്തിഹ തൊട്ടല്ലേ, ഈ 3 സൂറത്ത് ഓതാം. ഇനി അടുത്ത ദിവസങ്ങളിൽ 5 സൂറത്തുകൾ ഓതാം. 5 സൂറത്തുകൾ ഓതേണ്ടത് എന്ത് ചെയ്യുക, ഈ 3 സൂറത്തുകൾ ഫാത്തിഹ മുതൽ ഓതിക്കഴിഞ്ഞു. പിന്നെ അടുത്ത നിസാ മുതലുള്ള അടുത്ത 5 സൂറത്തുകൾ എന്ത് ചെയ്യണം, അടുത്ത 2-ാമത്തെ ദിവസം ഓതണം. ഇനി 3-ാമത്തെ ദിവസം അതിനുശേഷമുള്ള 7 സൂറത്തുകൾ ഓതുക. 4-ാമത്തെ ദിവസം അതിനുശേഷമുള്ള 9 സൂറത്തുകൾ ഓതുക. അതുപോലെ 5-ാമത്തെ ദിവസം അതിനുശേഷമുള്ള 11 സൂറത്തുകൾ ഓതുക. 6-ാമത്തെ ദിവസം അതിനുശേഷമുള്ള 13 സൂറത്തുകൾ ഓതുക. ഇപ്പോഴേക്കും ഏകദേശം താഴത്തെ അവസാനത്തെ ജുസുവിൽ എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം ബാക്കിയുള്ള 7-ാമത്തെ ദിവസം ബാക്കിയുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ ഓതി പൂർത്തിയാക്കുക. ഇങ്ങനെയാണ് മഹത്തുക്കളായ സ്വഹാബത്ത് 7 ദിവസം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഖത്മുകൾ തീർത്തിരുന്നതായി അവരുടെ ജീവിത രീതിയിൽ കാണാൻ കഴിയുന്നു, അവരുടെ ചരിത്രങ്ങൾ കാണാൻ കഴിയുന്നു. അത്തരത്തിൽ എന്ത് ചെയ്യുക, സ്വഹാബത്ത് അവലംബിച്ച രൂപം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരാഴ്ച കൊണ്ട് ഖത്മ് തീർക്കാം. അപ്പോൾ ഈ പറഞ്ഞ എളുപ്പമുള്ള, ഇതിനകത്ത് ഏതാണോ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളത് ആ രൂപത്തിൽ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു വിശുദ്ധ റമദാനിൽ ഒരുപാട് ഖത്മുകൾ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറഞ്ഞ പക്ഷം ഒരു ഖത്മെങ്കിലും ഇൻഷാ അല്ലാഹ് എല്ലാ വഖ്ത് നിസ്കാര ശേഷം 4 പേജെങ്കിലും ഓതിയിട്ട് ഒരു ഖത്മെങ്കിലും ഈ റമദാനിൽ തീർക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഉറപ്പ്, ഒരു അസ്മ നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഖുർആനുമായി വലിയൊരു ബന്ധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഖുർആൻ്റെ അഹ്ലുകാരായ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ചേർത്ത് തരുമാറാകട്ടെ. വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ആരെങ്കിലും ഒരാൾ ഇത് കേട്ടിട്ട് അമൽ ചെയ്താൽ നമുക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.